Hi viewers and friends, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു ഓൾ. ജിയോ കിച്ചൻ ടൂർ വൈബ്സ് എന്ന കുക്കർ ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാർവാറിൽ നിന്ന് നേരെ നോർത്ത് ഇന്ത്യയിലേക്കാണ് പോകുന്നത്. നിങ്ങൾ സാധാരണ കേട്ടിട്ടില്ലാത്ത ഒരു ഐറ്റമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് വടി, WADI, അല്ലെങ്കിൽ അതിനെ ബഡി എന്നും പറയും. അമൃത്സരി പഞ്ചാബി ബഡി എന്നും പറയും. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അത് ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാം. അതിനുമുമ്പ് ഈ ബഡി എന്താണെന്നുള്ളതിനെപ്പറ്റി ഞാൻ നിങ്ങൾക്കൊരു അല്പം പറഞ്ഞുതരാം. ഇതാണ് ബഡി എന്ന് പറയുന്ന സാധനം. ഇതിങ്ങനെ എടുക്കും. ഇത് പൊട്ടിപ്പോയതാണ്, നമുക്ക് പൊട്ടിച്ചെടുക്കേണ്ടത്. ഇതാണ് ബഡി എന്ന് പറയുന്നത്. ഇതിന് മസാലയെല്ലാം ചേർന്നാണ്, ഉഴുന്ന് പരിപ്പ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വടിയുടെ പാക്കറ്റ്. 200 ഗ്രാം പാക്കറ്റാണ്. ഇത് നമുക്ക് തനിയെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പക്ഷെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത്ര പറ്റില്ല. 12 ദിവസം വെയിൽ കൊള്ളിക്കണം. നമുക്കിവിടെ ഒരിക്കലും അങ്ങനെ കിട്ടില്ല 12 ദിവസം. അപ്പോൾ ഇത് ഞാൻ അതുകൊണ്ട് ആമസോണിൽ നിന്ന് വരുത്തിച്ചതാണ്. ഇതിന് 220 രൂപ വിലയാണ്. ഇതത്ര വിശേഷപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പം ഇതെങ്ങനെ എന്തൊക്കെയാണ് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് പറഞ്ഞു തരാം. ഇതിൻ്റെ അകത്ത് നമ്മൾ ഉഴുന്ന് പരിപ്പ് 12 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് ഇത് അരിച്ചെടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് കായം ചേർക്കും, മല്ലി മുഴുവനായിട്ടുള്ള സീഡ് ചേർക്കും, കുരുമുളക് ചേർക്കും, പിന്നെ നമ്മുടെ ജീരകം, പിന്നെ ബ്ലാക്ക് പെപ്പർ, കാടമം, പിന്നെ ക്ലോസ്, ഗ്രീൻ കാടമം, പിന്നെ മുളക്, നമ്മുടെ ചുവന്ന മുളക്, ഇതൊക്കെ ചേർത്തിട്ടാണ് ഇതിനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. പ്രിപ്പയർ ചെയ്തിട്ട് ഇത് ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനത്തെ ഷേപ്പിലാക്കിയതിന് ശേഷം 12 ദിവസം ഇത് നമ്മൾ വെയിൽ കൊള്ളിക്കണം. അതാണ് നമ്മുടെ കേരളത്തിൽ അത്ര നടക്കില്ലാത്ത കാര്യം. 12 ദിവസം നമുക്ക് തുടർച്ചയായിട്ട് വെയിൽ കിട്ടാൻ പ്രയാസമാണ് ഇവിടെ. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ ഇത് പശു നെയ്യാണ് ഇതിന് വേണ്ടത്. ഘീ, ഇംഗ്ലീഷ് പറയും ക്ലാരിഫൈഡ് ബട്ടർ എന്ന് പറയും. ഇതിൽ ഈ ബടിയെ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം, റോസ്റ്റ് ചെയ്യണം. ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് മസ്റ്റാണ്. ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നെയ്ക്കകത്ത്. വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇനി മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊന്ന് നോക്കാം. ഇത് ആലു ബടിയാണ്, ആലു ബടി. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് സവാള കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ടൊമാറ്റോ പ്യൂരിയാണ്, ടൊമാറ്റോ പ്യൂരി. അത് കഴിഞ്ഞിട്ട് ബേ ലീവ്സ് ഉണ്ട്. പിന്നെ കടി മസാല എന്ന് പറയുന്നത് വലിയ ഏലക്കായുണ്ട്, ബ്ലാക്ക് കാർഡമം, പച്ച ഏലക്കായുണ്ട്, പിന്നെ ഗ്രാമ്പുണ്ട്, പട്ട, 2 കുഞ്ഞു കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മല്ലിയിലയുണ്ട്, ജീരകം ചേർക്കണം. പിന്നെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കസൂരി മെത്തി, ഇത്ര ഐറ്റങ്ങൾ കൂടി ചേർക്കുന്നത്. പിന്നെ ഉപ്പുണ്ട്. പിന്നെ നമ്മളെ സൺഫ്ലവർ ഓയിലാണ് ഇതിൽ, നോർത്ത് ഇന്ത്യൻ കുക്കിംഗ് ആയതാണ് സൺഫ്ലവർ ഓയിലാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ചേർത്തിരിക്കുന്നത് നെയ്യാണ്. ഇപ്പോൾ നമ്മുടെ ബടി അല്ലെങ്കിൽ വടി എന്ന് പറയുന്നത് ഇത് റോസ്റ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റിയിട്ട് നമ്മൾ പ്രഷർ കുക്കർ വെക്കുന്നു. വളരെ ഈസിയാണ് കേട്ടോ. അത് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ യാതൊരു പ്രയാസമില്ല, വളരെ ഈസിയാണ്. ഇനി പ്രഷർ കുക്കറിലാണ് നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ. അതിൽ നമ്മൾ എണ്ണയാണ് ഒഴിക്കേണ്ടത്. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. ഒരു 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതിയാവും. ഇനി ആദ്യം നമുക്ക് ചെയ്യാനുള്ള ബേ ലീവ്സ് ആണ്. നമ്മൾ വഴനയില അല്ലെങ്കിൽ കറുവാപ്പട്ടയുടെ ഇല എന്നൊക്കെ പറയും. ഇതാണ് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത്. ഇതിട്ടു. ഇത് നന്നായിട്ടൊന്ന് ചൂടാവണം. ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ എസൻസ് പുറത്തിറങ്ങുക. ബേ ലീവ്സ് ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് ബഡി ഇലാച്ചി, ബ്ലാക്ക് കാർഡമം ഇട്ടു. പിന്നെ നമ്മുടെ ഗ്രീൻ കാർഡമം ഒരു 2-3 എണ്ണം ഇട്ടു. പിന്നെ കറുവാപ്പട്ട,
പിന്നെ നമ്മുടെ ഗ്രാമ്പു 3 ഇത് കൂടുതലൊന്നും വേണ്ട. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് സവാള ഇടാം. കൊത്തിയരിഞ്ഞ സവാളയാണ്. ലേശം ഉപ്പും ചേർക്കാം. ഒരല്പം ഉപ്പ് ചേർത്തു. ഞാൻ ലേശം എന്ന് പറഞ്ഞത് അല്പം കണ്ണൂർ ഭാഷയാണ് കേട്ടോ, അറിയാതെ വന്നു പോയതാണ്, കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് വളരട്ടെ. നമ്മുടെ സവാള ബ്രൗൺ ആവാൻ തുടങ്ങി. ഇനി നമുക്കല്പം ജീരകം ചേർക്കാം. ഇതിൽ ജീരകം ചേർത്തു. ഇനി നമുക്കിതിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ് നമുക്ക് ചേർക്കാം. കാരണം ഇതിൻ്റെ പേര് തന്നെ ആലു വടി എന്നാണ്, അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് മുളക് പൊടി ചേർക്കണം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കസൂരി മെത്തി ചേർക്കാനുള്ളത് പിന്നീട് വേവിക്കാൻ നേരത്ത് ചേർക്കാം. ഞാൻ ഈ ബേ ലീവ്സ് ഇതിൽ നിന്ന് മാറ്റുകയാണ്. ഇനി ഇതിൻ്റെ ആവശ്യമില്ല. ഇതിൽ ഇറങ്ങാനുള്ള എസൻസൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. നമ്മൾ ടൊമാറ്റോ പ്യൂരി ചേർക്കാം. ഇതൊരു 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പ്യൂരി ഉണ്ട്. നമുക്ക് അല്പം ഉപ്പ് ചേർക്കണം. വടി ഇതിലിട്ട് വേവിക്കുന്നില്ല. വടി അവസാനം ഇത് ഉരുളക്കിഴങ്ങ് വെന്ത് ഇറക്കിയതിന് ശേഷമാണ് ഞാൻ ഇനി വടി ചേർക്കുക. വടി ചേർക്കുക, അല്പം കൂടെ വേവിക്കുക. ഇനി നമ്മൾ വെള്ളം ചേർത്ത് പ്രഷർ കുക്കറിൽ വിസിൽ വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് വേവിക്കാം. ചേർക്കണം. നമ്മൾ കുക്കറിൽ വിസിൽ കേൾക്കട്ടെ, അതായിരുന്നു വെയിറ്റ് ചെയ്യാം. ആദ്യത്തെ വിസിൽ കേട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സിമ്മറിലിട്ടു. ഇനി ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് വേവിക്കാം. 5 മിനിറ്റ്. ഉരുളക്കിഴങ്ങ് അതുകൊണ്ട് വേവില്ല, എങ്കിലും നമുക്ക് വടിയിട്ട് വേവുമ്പോൾ അത് വെന്തോളും എന്നാണ് വിചാരിക്കുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞു. എൻ്റെ സ്റ്റീമൊക്കെ പോയി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് വെന്തിട്ടില്ല, കുറച്ചുകൂടെ വേവണം. ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. അല്പം ജീരകം ചേർത്തിട്ടുണ്ട്, കൂടാതെ അല്പം ജീരകപ്പൊടി ചേർക്കണം. റോസ്റ്റഡ് ജീര പൗഡറാണ്, അത് ചേർക്കണം. പിന്നെ അല്പം മല്ലിപ്പൊടിയും ചേർക്കാനുണ്ട്. പിന്നെ നമ്മുടെ കസൂരി മെത്തി,
കൈകൊണ്ട് തിരുമ്മിയിട്ട് ചേർക്കുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വടി ചേർക്കാം. പഞ്ചാബിയിൽ ബഡി എന്ന് പറയും, ബഡിയ എന്നും പറയും. അമൃത്സരി ബഡിയ എന്നാണ് ഇതിന് പറയുക. ഉപ്പ് ഒന്ന് നോക്കാം. ഉപ്പ് മതി. കുക്കറിലില്ലാതെ, കുക്കറിൽ പ്രഷർ കുക്ക് ചെയ്യാതെ അല്ലാതെ നമുക്കൊന്ന് വേവിക്കാം. വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് അല്പം വേവ് കൂടുതൽ വേണമെന്ന് തോന്നുന്നു. വടിയും ഉരുളക്കിഴങ്ങും കൂടെ വെന്തു. അപ്പോൾ നമുക്കൊന്ന് പ്രഷർ കുക്കറിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്യാം. ഇതേമാതിരി ഒരു 5 മിനിറ്റ് മുമ്പത്തെ പോലെ തന്നെ. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ നിന്ന് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്നത് വേവട്ടെ, അല്പം കൂടെ ഒന്ന് വേവട്ടെ. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ വടിക്ക് അല്പം വേവ് കൂടിയ സാധനമാണ്. നമ്മൾ വേവിച്ചിട്ട് അത്ര വെന്തില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് ആദ്യം തന്നെ ഈ നെയ്ക്കകത്ത് ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കുക്കറിലൊന്ന് വേവിക്കുക. അതിന് ശേഷം പിന്നെ ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് മിക്സിലേക്ക് ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് കൂടെ വിസിൽ വന്നിട്ട് വേവിക്കുക. അപ്പോൾ കറക്റ്റ് വേവായിരിക്കും. അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അല്പം വേവ് കൂടിയതാണ്. നമുക്ക് വെള്ളത്തിലിട്ട് വെച്ച് കുതിർക്കാൻ പറ്റില്ല, കാരണം ഇത് നെയ്ക്കകത്ത് വറുക്കേണ്ടതായതുകൊണ്ട് കുതിർത്ത് വെക്കാനും പറ്റില്ല. നമ്മുടെ റെസിപ്പി ഇവിടെ ഉരുളക്കിഴങ്ങും വടിയും വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നിർത്താൻ തോന്നുന്നു. പിന്നെ ഉരുളക്കിഴങ്ങ് ചേരുമ്പോഴാണ് വടിയുടെ ശരിയായ ടേസ്റ്റ് വരിക. വടി മാത്രമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ എത്ര ടേസ്റ്റ് വരും തോന്നുന്നില്ല. ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് കൂടെ വേണം. പിന്നെ ഈ വടി എന്ന് പറയുന്നത് ഇതിപ്പോൾ ഉഴുന്നിൻ്റെയാണ്. ഈ നമ്മുടെ ചെറുപയർ പരിപ്പ് കൊണ്ടും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നു. ഇനി നമ്മൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റി നമുക്ക് പ്രസൻറ്റേഷനിലേക്ക് മാറ്റാം. നമുക്ക് അല്പം മല്ലിയില ഇതിൽ വിതറി നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പിയുടെ പ്രിപ്പറേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ പേര്, നിങ്ങൾ മുഴുവൻ പേര് ഒന്ന് ശ്രദ്ധിക്കുക. അമൃത്സരി ആലു ബഡി അല്ലെ ബഡിയ എന്നാണ് പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ അമൃത്സരി പൊട്ടറ്റോ ബഡി എന്നാണ് ഇതിൻ്റെ പേര്. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നിങ്ങളുണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കുക. ആ ടേസ്റ്റ് ഇഷ്ടപ്പെടും നിങ്ങൾക്കെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മൾ ചപ്പാത്തി, പൂരി, പൊറോട്ട, അതുപോലെ ചോറ് എന്നിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇതൊരു പ്യുവർ പഞ്ചാബി വിഭവമാണ്. നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, പഞ്ചാബി വിഭവം കൂടെയാണ്. അതുകൊണ്ടാണ് ഇതിന് അമൃത്സരി എന്ന് പേര് വന്നത്. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നമുക്കൊരു വെറൈറ്റിയൊക്കെ വേണ്ടേ, അത് പരീക്ഷിച്ച് നോക്കണ്ടേ. ഇങ്ങനെയുള്ള എന്നും നമുക്കൊന്നും ഒരേപോലുള്ളത് കഴിച്ച് പോയാൽ പോരല്ലോ. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. ഇത് വരുത്തിക്കേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളൂ. ഇവിടെ കിട്ടാനില്ല. ഇനി വേറെ വലിയ ഇതിൽ വല്ലതും കിട്ടാനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കിട്ടാൻ പ്രയാസമാണ്. കാരണം ഇവിടെ കേരളത്തിലധികം പ്രചാരമില്ലാത്തൊരു സംഗതിയാണ് ഈ ബഡി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് വിടവാങ്ങേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രിപ്പറേഷൻ നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആണ് നമ്മളെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഇതിൻ്റെ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങളോട് ഇവിടെ പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.